മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ ഒറ്റക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാന നയമക്കാട് എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് കാട്ടാന ഇറങ്ങിയത്. ലയങ്ങൾക്കരികിൽ വരെയെത്തിയ കാട്ടുകൊമ്പൻ ഏറെ സമയം നിലയുറപ്പിച്ച ശേഷമാണ് പിൻവാങ്ങിയത്. പകൽ സമയത്ത് പോലും കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് ആളുകളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ദിവസവും കാട്ടാനശല്യം വർദ്ധിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഒറ്റയാന്മാർക്ക് പുറമെ കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നു. ഒറ്റക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാന ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാത്തതാണ് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നത്. നയമക്കാട് എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് കാട്ടാന ഇറങ്ങിയത്. ലയങ്ങൾക്കരികിൽ വരെയെത്തിയ കാട്ടുകൊമ്പൻ ഏറെ സമയം നിലയുറപ്പിച്ച ശേഷമാണ് പിൻവാങ്ങിയത്. പ്രദേശവാസികൾ ബഹളമുണ്ടാക്കിയെങ്കിലും കാട്ടാന പിൻവാങ്ങാൻ തയ്യാറായില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘമെത്തി കാട്ടാനയെ തുരത്തി ഓടിച്ചു. റോഡിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ്, ഓട്ടോറിക്ഷ എന്നിവയുടെ അരികിലൂടെ നടന്ന് നീങ്ങിയെങ്കിലും കാട്ടാന അതിക്രമത്തിന് മുതിരാഞ്ഞത് ആശ്വാസമായി. കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് പിന്നാലെയാണ് ഒറ്റക്കൊമ്പനും ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ളത്. പകൽ സമയത്ത് പോലും കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് ആളുകളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്.